അതുപോലെ തന്നെ ഈ പോസ്റ്റിലെ തെറ്റെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മരുന്ന് വാങ്ങിയ ഡേറ്റ് വ്യക്തമായി തന്നെയുണ്ട്. അതുപോലെ തന്നെ ആ ഫാർമസിക്ക് ഈ മരുന്നുകൾ വിൽക്കാനുള്ള ലൈസൻസ് കിട്ടിയ ഡേറ്റ് ആണ് ടോപ്പിൽ കാണുന്ന 13/11/2001 എന്നത്. ഹായ് ഹലോ നമസ്കാരം, ഞാൻ അനിൽ ചന്തോശ്ര. ഞാൻ ഇന്നലെ രാത്രിയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റ് എന്ന് പറയുന്നത് രേണുവിന്റെ ചേച്ചി കീമോ കഴിഞ്ഞതിന് ശേഷം വിവാദവുമായി ബന്ധപ്പെട്ട് അതിന്റെ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി രേണുവിന്റെ ചേച്ചി ആ ബില്ലും മരുന്നും സഹിതം ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പൊ അതിനെ അനുകൂലിച്ചായിരുന്നു ഞാനൊരു പോസ്റ്റ് ചെയ്തത്. ആ ബില്ലിൽ എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്ന ഒന്ന്, രേണുവിന്റെ ചേച്ചിയും അല്ലെങ്കിൽ രേണുവിന്റെ കുടുംബം വീണ്ടും നമ്മളെ പറ്റിച്ചിരിക്കുകയാണെന്നും ആ ബില്ല് തെറ്റാണെന്നുമാണ് ചില ആൾക്കാരുടെ വാദം. അവരോട് എനിക്ക് സത്യത്തിൽ സഹതാപം മാത്രമേ ഉള്ളൂ. ഞാൻ ഏത് പോസ്റ്റ് ചെയ്യാൻ എടുത്താലും ഞാൻ അതിനെപ്പറ്റി പഠിച്ചതിന് ശേഷം മാത്രമേ ഒരു പോസ്റ്റ് ചെയ്യത്തുള്ളൂ. അത് എന്നെ സ്നേഹിക്കുന്ന സുഹൃത്തുക്കൾ അതിന്റെ ജെനുവിനാലിറ്റി അറിയാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. ഇനി അതല്ലാതെ എന്നെ വിമർശിച്ച് അതുപോലെ തന്നെ കമന്റ് ബോക്സിൽ കുറെ പോസ്റ്റുകൾ ചെയ്തവരുമുണ്ട്. അവർക്ക് എല്ലാവർക്കും കൂടെയുള്ള മറുപടി എന്ന രീതിയിൽ ഒറ്റ ഒരെണ്ണത്തിൽ ഞാൻ തരാം. 13/11/2001 എന്നാണ് നിങ്ങൾ ആ ബില്ലിൽ കാണുന്നത്. കറക്റ്റ് ആണ്. ആ 2001 എന്നത് ആ ഫാർമസിക്ക് ഈ മരുന്നുകൾ വിൽക്കാനുള്ള ലൈസൻസ് കിട്ടിയ ഡേറ്റ് ആണ്. അതുപോലും മനസ്സിലാക്കാൻ കഴിയാത്ത നിങ്ങളോട് എനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ. എല്ലാ ബില്ലിലും ആ ഒരു ഡേറ്റ് കാണും. അതുപോലും മനസ്സിലാക്കാൻ കഴിയാത്ത കുറെ ടീമുകളാണ്. അതിനകത്ത് ഞാൻ ഒരു കമന്റ് തന്നെ ആദ്യം ഇവിടെ കാണും. ആദ്യം അതെന്താണെന്ന് മനസ്സിലാക്കുക. ആ ഫാർമസിക്ക് ഈ മരുന്നുകൾ വിൽക്കാനുള്ള ലൈസൻസിന്റെ ഡേറ്റ് ആണ്. അത് അവരുടെ എല്ലാ ബില്ലിലും കാണും. അതെങ്കിലും മനസ്സിലാക്കിയതിന് ശേഷം കമന്റിൽ മെഴുകുക. പിന്നെ എന്റെ പോസ്റ്റിൽ ഉണ്ടായ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് എഡിറ്റിങ്ങിന് കൊടുത്ത സമയത്ത് ആ എഡിറ്റിങ്ങിൽ വന്ന ബില്ലിലെ ഒരു എമൗണ്ട് വ്യത്യാസം അത് ഞാൻ അംഗീകരിക്കുന്നുണ്ട്. ആ എമൗണ്ട് വ്യത്യാസം ശരിയാണ്. അതിന് പകരം ഞാൻ ഇന്ന് എന്റെ പോസ്റ്റിൽ അത് പഴയ ബില്ല് ഞാൻ അന്ന് എഡിറ്റ് ചെയ്യാൻ എടുത്ത ആ ബില്ല് പിൻ ചെയ്തിടുന്നതായിരിക്കും. അതല്ലാതെ എന്റെ പോസ്റ്റിൽ നിന്നും ഞാൻ ഒരു ഇഞ്ച് പിന്നോട്ട് മാറാനുമില്ല. ഞാൻ പറഞ്ഞ വാക്കുകളിൽ നിന്നും പിന്നോട്ട് മാറാനുണ്ട്. അതിന് കാരണം എന്റെ ഭാഗത്ത് സത്യമുണ്ടെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് മാത്രമാണ്. ഞാൻ ചെയ്യുന്ന ഏത് പോസ്റ്റുകളായാലും അതിനെപ്പറ്റി പഠിച്ചു മനസ്സിലായതിനു ശേഷം മാത്രമേ ഞാൻ ഒരു പോസ്റ്റ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഈ പോസ്റ്റിന്റെ വ്യത്യാസം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്റെ പ്രിയ സുഹൃത്തുക്കളോട് ഒന്നേ ഞാൻ പറയുന്നുള്ളൂ, ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം. കാരണം ഇതുപോലുള്ള തെറ്റായ വ്യാജ പ്രചരണങ്ങൾക്കെതിരെ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ എങ്കിലും സമൂഹത്തിൽ എത്തിപ്പെടേണ്ടതാണ്. കാരണം എന്താണ് സത്യമെന്ന് പോലും അറിയാതെ വിമർശിക്കുന്നവരോട് സഹതാപം മാത്രമേ ഉള്ളൂ. ഇനി ഇതും പൊക്കിപ്പിടിച്ച് കുറെ യൂട്യൂബേഴ്സ് വരും. ആ ഡേറ്റ് കണ്ടോ, 2001 ആ ബില്ല്, അവർ നമ്മളെ പറ്റിച്ചതാണ്. അതുപോലും മനസ്സിലാക്കാൻ കഴിവില്ലാത്ത യൂട്യൂബേഴ്സാണ് ഒന്ന് സമൂഹത്തിലുള്ളത്. പിന്നെ അവരെ അനുകൂലിക്കുന്നവരുടെ കാര്യം നമുക്ക് പറയുകയും വേണ്ട. എന്നെ സ്നേഹിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന എല്ലാവരോടും സ്നേഹം മാത്രം. അപ്പൊ ഇനിയും ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.